ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ് പഠിച്ച് തുടങ്ങിയത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത അത്യാവശ്യം കാര്യങ്ങൾ, സബ് ഗ്രൂപ്പ് എന്താണ്, അതിന് എക്സാമ്പിൾ പറഞ്ഞു, ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്താണ്, പ്രോപ്പർ സബ് ഗ്രൂപ്പ്, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സബ് ഗ്രൂപ്പായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് അറിയണം. ഇത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്, അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്ത ആൾക്കാർ അത് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് ആദ്യം കാണുക. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത്, ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണേണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ഗ്രൂപ്പിൻ്റെ ഓർഡർ, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് സിമ്പിൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അതിനുശേഷം ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എലമെൻ്റ് ഓർഡർ, അത് ഡെഫിനേഷൻ നോക്കുക. അതിനും രണ്ട് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് എക്സാമ്പിൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, D4-ൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, അത് വിട്ടേക്കുക. ഓക്കെ, അന്നേരം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡെഫിനിഷൻ നോക്കാൻ, എക്സാമ്പിൾ നോക്കുക. ഓക്കെ, മറക്കല്ലേ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ വി ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, എന്താണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലെ എലമെൻ്റ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഇങ്ങനെയാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ഈ 4 എലമെൻറ്റുകളാണ്. ഇ, എ, ബി, സി 4 എലമെൻറ്റ് കാണാതെ അറിഞ്ഞിരിക്കണം. 1 മാർക്കിന് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടേബിൾ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പാണോ, അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എഴുതാം. ഒരുപാട് നേട്ടമുണ്ട് ഈ ഗ്രൂപ്പിൽ. ഓക്കെ, ഏതെങ്കിലുമൊക്കെ 1 മാർക്കിന് ചോദ്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം. ഓക്കെ, അന്നേരം ഈ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇ, എ, ബി, സി എന്നുള്ളതാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഇവിടുത്തെ ബൈനറി ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ ഈ എലമെൻറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ടേബിളിൽ തന്നിട്ടുണ്ട്. അന്നേരം ഈ ടേബിളും കാണാൻ പറഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടുത്തെ ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് ആദ്യം ഗ്രൂപ്പ് ടേബിളിൻ്റെ, അല്ലെങ്കിൽ കോമ്പോസിഷൻ ടേബിൾ, അല്ലെങ്കിൽ കെയ്ലീസ് ടേബിൾ, ഇത് എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്നുള്ള അറിയാമല്ലോ. നമ്മുടെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഏതാണോ അത് കറക്റ്റ് ഓർഡറിൽ ആദ്യം എഴുതുക, ഇ, എ, ബി, സി മുകളിലും സൈഡിലും. ഓക്കെ, ഓപ്പറേഷൻ സ്റ്റാർ കൊടുത്തു. അതിനുശേഷം ഇതിനകത്ത് ഓരോ 2 എലമെൻറ്റുകൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ട് പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഈസി മെത്തേഡുണ്ട്. അതിന് നമ്മുടെ ഈ ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ ഫോം ഇ, എ, ബി, സി എന്നാണല്ലോ ഓർഡർ. ഇ, എ, ബി, സി. അന്നേരം ആദ്യം വരുന്നതും അതേ എലമെൻറ്റ് തന്നെയാണ്, ഇ, എ, ബി, സി. ഇത് മാത്രം കറക്റ്റായിട്ട് എഴുതിയാൽ മതി, ബാക്കി വളരെ ഈസിയാണ്. ഇതിനെ 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. വേണ്ട, 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഇ, എ, ബി, സി ആദ്യം എഴുതി വെച്ചല്ലോ. അതിൽ ആദ്യത്തെ ഇ, എ ഉണ്ടല്ലോ, അതിനെ തിരിച്ചെഴുതുക എ, ഇ. ഇവിടുത്തെ ബി, സിയെ തിരിച്ചെഴുതുക സി, ബി. ഇത്ര എഴുതിയല്ല. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ കോപ്പി ഉണ്ടോ, ഈ കോപ്പി അതേപോലെ എടുത്ത് ഇവിടെ വെക്കുക. ഈ കോപ്പി അതേപോലെ എടുത്ത് ഇവിടെയും വെക്കുക. ഗ്രൂപ്പ് ടേബിൾ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ. ഇത് ഇങ്ങോട്ടെടുത്ത് പേസ്റ്റ് ചെയ്യുക, ഈ 4 എടുത്ത് ഇങ്ങോട്ടും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ടേബിൾ. ഓക്കെ, കോമ്പോസിഷൻ ടേബിൾ കിട്ടി. ഓക്കെ, ഇനി ഈ കോമ്പോസിഷൻ ടേബിൾ വെച്ച് ഈ പറയപ്പെട്ട സെറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യും, അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പാണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫ്രം ദി കോമ്പോസിഷൻ ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. കാര്യം ഈ തന്നിരിക്കുന്ന ടേബിൾ പ്രകാരം ടേബിളിനകത്ത് വന്നിരിക്കുന്ന എലമെൻറ്റുകൾ നോക്കുക. എലമെൻറ്റുകൾ പുറത്തുനിന്ന് ഒരു എലമെൻറ്റും ഇല്ല. ഈ സെറ്റിലെ ഇ, എ, ബി, സി എന്ന് പറഞ്ഞ 4 എലമെൻറ്റുകൾ ഇതിനകത്തുള്ളൂ. സോ അതുകൊണ്ട് ഓപ്പറേഷൻ ബൈനറിയാണ്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏത് 3 എലമെൻ്റ് എടുത്ത് നിങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് തുല്യമായിരിക്കും, ഇതിനകത്തുള്ള എലമെൻറ്റുകൾ മാത്രമായിരിക്കും. ഓക്കെ, അന്നേരം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ക്ലിയർ ആണ്. പിന്നീട് നമുക്ക് വേണ്ട എന്താണ്, ഐഡൻറ്റിറ്റി വേണം.
ഐഡൻറ്റിറ്റി ഇവിടെ ഏതാണ്? ഇ ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇയുടെ കൂടെ ഏത് എലമെൻറ്റ് സ്റ്റാർ ചെയ്താലും കിട്ടുന്നത് ആ എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. സ്റ്റാർ എ ആയാലും ഇ സ്റ്റാർ ബി ആയാലും ഇ സ്റ്റാർ സി ആയാലും ഇ സ്റ്റാർ ഇ ആയാലും എല്ലാം ഓക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇ ആണ് ഐഡൻറ്റിറ്റി. ഇനി ഇൻവേഴ്സ്, ഓരോ എലമെൻറ്റിനും ഈ സെറ്റിൽ ഇൻവേഴ്സ് ഉണ്ട്. അതിനാദ്യം ഐഡൻറ്റിറ്റി നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ ഇ ഇ ഇ ഇ ഓക്കെ ഇതിന് നേരെ മുകളിലോട്ടുള്ളതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് എടുത്താൽ അല്ല ഇയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇ തന്നെയാണ്. ഈ എയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇക്ക് നേരെ മേളിൽ കാണുന്നത് എ തന്നെയാണ്. ബിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇക്ക് നേരെ മേളിൽ കാണുന്നത് ബി ആണ്. സിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ അന്നേരം ഓരോന്നിൻ്റെയും ഐഡൻറ്റിറ്റി അല്ല ഇൻവേഴ്സ്, ഐഡൻറ്റിറ്റി എന്നാണ് പറഞ്ഞത്, ഇൻവേഴ്സ് എന്നാണ്. ഇയുടെ ഇൻവേഴ്സ് ഇ, എയുടെ ഇൻവേഴ്സ് എ, ബിയുടെ ഇൻവേഴ്സ് ബി, സിയുടെ ഇൻവേഴ്സ് സി. അന്നേരം എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സും ഉണ്ട്. ഓക്കെ അന്നേരം ഈ പറയപ്പെട്ട സെറ്റ് ഇ എ ബി സി എന്ന് പറയുന്ന സെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പാണ്. അതുകൂടാതെ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്നുള്ളത് പെട്ടെന്ന് ഗ്രൂപ്പ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എൻ്റെ നടുക്കുന്ന് നോക്കിയാൽ മതി, മിറർ ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഓക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പര എലമെൻറ്റുകൾ ജോയിൻ ചെയ്യും, കൂട്ടിമുട്ടും. ഓക്കെ എയും സെയിം ആണ്, ബിയും സെയിം ആണ്, സിയും സെയിം ആണ്, ഇ സിയും സെയിം ആണ്, ഈ ബിയും സെയിം ആണ്, എയും സെയിം ആണ്. അതായത് നടുക്ക് വെച്ചിട്ട് ഇതൊന്ന് മടക്കി കഴിഞ്ഞാൽ സെയിം എലമെൻറ്റുകളായിരിക്കും കൂട്ടിമുട്ടുന്നത്. ഓക്കെ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് അറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. അതൊക്കെ നമ്മൾ മുമ്പ് ബൈനറി ഓപ്പറേഷൻ പഠിപ്പിച്ച സമയത്ത് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ എന്നിട്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് ആകുന്നുണ്ട്. അതുകൂടാതെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. ഓക്കെ ദിസ് ഗ്രൂപ്പ് വി ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ഓർ വി ഗ്രൂപ്പ്. ഇതിനെയാണ് നമ്മൾ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു നോട്ട്, ദ ഗ്രൂപ്പ് വി ഈസ് ദി ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ആൻഡ് ദ നൊട്ടേഷൻ വി കംസ് ഫ്രം ദി ജർമ്മൻ വേർഡ് വിയർ ഗ്രൂപ്പ്. ഒരു ജർമ്മൻ വേർഡ് വിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ വേർഡ് ഉണ്ട്. ഇതിൻ്റെ വിയർ ഗ്രൂപ്പ്, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 4 എന്നാണ്. ഗ്രൂപ്പ് ഓഫ് 4. ഓക്കെ ഇവിടെ നമ്മൾ ഈ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ 4 എലമെൻ്റ് അല്ലേ ഉള്ളത്. ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിനെ വി ഗ്രൂപ്പ് എന്നുകൂടി വിളിക്കുന്നത്. ഓക്കെ വി എന്ന് വെച്ചാൽ ഒരു ജർമ്മൻ വേർഡായ വിയർ ഗ്രൂപ്പിൽ നിന്നാണ് ആ വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിയർ ഗ്രൂപ്പിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് 4 എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇതിനെ വി ഗ്രൂപ്പ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. അത് വന്നിരിക്കുന്നത് ഈ പറയപ്പെട്ട ജർമ്മൻ വേർഡിൽ നിന്നാണ്. ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ക്ലെയിൻ ഫോർ ഗ്രൂപ്പായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ബൈ മീൻസ് ഓഫ് ആൻ എക്സാമ്പിൾ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ ടു ഹാവ് മോർ ദാൻ 2 സൊല്യൂഷൻസ് ഇൻ സം ഗ്രൂപ്പ് ജി വിത്ത് ഐഡൻറ്റിറ്റി ഇ. അതല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഗ്രൂപ്പ് ഇൻ വിച്ച് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻ ഹാവ് മോർ ദാൻ 2 സൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഡിഗ്രി എത്ര, ഡിഗ്രി 2 ആണല്ലോ. അങ്ങനെയെങ്കിൽ 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഏതൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എത്രയാണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ റൂട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് മോർ ദാൻ 2 സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് മോർ ദാൻ 2 സൊല്യൂഷൻസ് ഉണ്ട്, 2ൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അത് ഏത് ഗ്രൂപ്പിലാണ് അത്തരത്തിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2ൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അതിനൊരു എക്സാമ്പിൾ എഴുതാൻ. ഓക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടി അവിടെ തന്നിട്ടുണ്ട്. ഷോ ബൈ മീൻസ് ഓഫ് ആൻ എക്സാമ്പിൾ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ ടു ഹാവ് മോർ ദാൻ 2 സൊല്യൂഷൻസ് ഇൻ സം ഗ്രൂപ്പ് ജി വിത്ത് ഐഡൻറ്റിറ്റി ഇ. അതായത് ഐഡൻറ്റിറ്റി ഇ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2ൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഏതോ ഒരു ഗ്രൂപ്പ്, ഐഡൻറ്റിറ്റി ഇ ആയിട്ടുള്ള ഏതോ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് ഈ പറയപ്പെട്ട ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 2ൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിൽ എക്സാമ്പിൾ എഴുതാൻ. ഓക്കെ
അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ഈ പറയപ്പെട്ട ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ രണ്ടിൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം സൊല്യൂഷൻ. കൺസിഡർ ദി ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് വിത്ത് എലമെൻറ്റ്സ്. അന്നേരം ഇതിൻ്റെ സൊല്യൂഷൻ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്നാകുമ്പോഴത്തേക്ക് ഒറ്റ സെൻറ്റൻസിൽ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് മാത്രം എഴുതി വെക്കരുത്. എലമെൻറ്റ്സ് ഏതാണെന്ന് എഴുതണം. അതിൻ്റെ കോമ്പോസിഷൻ ടേബിൾ. ക്ലെയിൻ ഫോർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ വരുമ്പം ഈ ടേബിളും ആ എലമെൻറ്റ്സും ഒക്കെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, കാര്യം മാർക്ക് കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് വെച്ചാൽ അതിനെ നമുക്കിവിടെ സ്റ്റാർ ആണല്ലോ ഓപ്പറേഷൻ. എക്സ് സ്ക്വയറിനെ എക്സ് സ്റ്റാർ എക്സ് ഈക്വൽ ടു ഇ എന്ന് എഴുതണം. ഓക്കെ, അത് ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സ് സ്റ്റാർ എക്സ് ഈക്വൽ ടു ഇ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ. ഈ ഇക്വേഷനിൽ രണ്ടിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്നാണ് പറയാൻ പോകുന്നത്. അന്നേരം സൊല്യൂഷൻസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഈ എക്സിന് പകരം, ഓക്കെ, ഈ ഇക്വേഷനിൽ എക്സിന് പകരം ഈ പറയപ്പെട്ട ഗ്രൂപ്പിലെ എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് റൈറ്റ് സൈഡ് ഇ എന്നല്ലേ, അങ്ങനെ എക്സിന് പകരം ഗ്രൂപ്പിലെ എലമെൻറ്റ് കൊടുക്കുമ്പോൾ ഇ കിട്ടണം. ഓക്കെ, ഈ കിട്ടുന്നത് ഏതൊക്കെ ഗ്രൂപ്പിലെ എലമെൻറ്റ് കൊടുക്കുമ്പോഴാണോ ഈ കിട്ടുന്നത് അതൊക്കെയാണ് സൊല്യൂഷൻസ്. ഓക്കെ, എക്സിന് പകരം ഗ്രൂപ്പിലെ ഏതൊക്കെ എലമെൻറ്റ് കൊടുക്കുമ്പോഴാണോ ഈ കിട്ടുന്നത് അതൊക്കെയാണ് സൊല്യൂഷൻസ്. അന്നേരം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എക്സ് സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു ഇ എന്നാണ്. ഗ്രൂപ്പിൽ ആദ്യത്തെ എലമെൻറ്റ് ഇ ആണല്ലോ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. അതായത് ഇ സ്റ്റാർ ഇ, എക്സിന് പറഞ്ഞ് ഞാൻ ഇ കൊടുക്കുന്നു. ഇ സ്റ്റാർ ഇ തന്നെയാണോ നോക്കാം. ഇ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു സൊല്യൂഷനാണ്. ടേബിളിൽ നോക്കാം, ഇ സ്റ്റാർ ഇ എന്താ കിട്ടുന്നത്? ഇ തന്നെയാണ്. സോ അന്നേരം അത് ഒരു സൊല്യൂഷനാണ്. ഇനി അടുത്ത എലമെൻറ്റ് എടുക്കാം, എ സ്റ്റാർ എ. അപ്പോൾ നോക്കാമല്ലോ, എ സ്റ്റാർ എ, എക്സിന് പകരം എ കൊടുത്തു. എ സ്റ്റാർ എ എന്താ? ഇതാണ് എ. അതുപോലെ തന്നെ എ സ്റ്റാർ എ കിടക്കുന്നു. ഇതാണല്ലോ എ സ്റ്റാർ എ. എ സ്റ്റാർ എ എന്താണ്? അതും ഇ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അതും ഒരു സൊല്യൂഷനാണ്. ഇനി അടുത്ത ബി എടുക്കാം. ഇത് ബി, ഇത് ബി. ബി സ്റ്റാർ ബി എന്താണ്? അതും ഇ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അതും ഒരു സൊല്യൂഷനാണ്. ഓക്കെ, ഇനി സി എടുത്ത് നോക്കാം. സി സ്റ്റാർ സി, അതും ഇ തന്നെയാണ് കിട്ടുന്നത്. സോ അതും ഒരു സൊല്യൂഷനാണ്. സോ എക്സ് സ്റ്റാർ എക്സ് ഈക്വൽ ടു ഇ, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈ ഗ്രൂപ്പിലെ എല്ലാ എലമെൻസും സൊല്യൂഷനായിട്ട് വരുന്നുണ്ട്. അതായത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ടിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ട് എന്നർത്ഥം. അതായത് രണ്ടിൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ടിൽ കൂടുതൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് Z4 ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ ആൻഡ് ഫൈൻഡ് ഓൾ ഇറ്റ്സ് സബ് ഗ്രൂപ്പ്. ഇവിടെ ക്വസ്റ്റ്യൻ Z4 എന്ന് പറയുന്നത് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ്. അന്നേരം എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ വി എന്ന് പറയുന്ന ക്ലെയിൻ ഫോർ ഗ്രൂപ്പിൻ്റെയും Z4 ഗ്രൂപ്പിൻ്റെയും സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന് എക്സാമിനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. പല ആവർത്തിയും മുമ്പ് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അന്നേരം സബ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ജോലി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചടങ്ങിന് ഈ ക്വസ്റ്റിനോട് ഞാൻ എഴുതി ചേർത്തിരിക്കുന്നേ ഉള്ളൂ. Z4 ഗ്രൂപ്പാണ് അണ്ടർ അഡീഷൻ എന്നുള്ളത്. ഓൾറെഡി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ. അവിടെ എനിക്ക് തോന്നുന്നു Z5 ആണെന്ന് എനിക്ക് തോന്നി. Z5 Z6 അങ്ങാണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പീഡിനൊന്ന് പറയാം. Z4 എലമെൻറ്റ്സ് 0 തൊട്ട് 3 വരെയാണ്. 0 1 2 3. അതിൻ്റെ കോമ്പോസിഷൻ ടേബിൾ നമുക്കറിയാം. 0 1 2 3 0 1 2 3 ഓപ്പറേഷൻ പ്ലസ് എഴുതി. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുക. 0 + 0 0 0 + 1 1 അങ്ങനെ ആഡ് ചെയ്യുന്നു. ഇനി 2 + 3 2 + 3 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ? 2 + 3 5 ആണ്. 5 ഇതിനകത്തുണ്ടോ? ഓക്കെ, ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ സെറ്റിന് പുറത്തുള്ളൊരു എലമെൻ്റാണ് വരുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഗ്രൂപ്പിന് പുറത്തുള്ളൊരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ ഇവിടുത്തെ Z4 അല്ലേ, ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അന്നേരം 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. സോ 1 ആണ് ആൻസർ. കണ്ടോ? അതുപോലെ വേണമെങ്കിൽ 3 + 3 3 + 3 എന്താണ്? 6 ആണ്. ഓക്കെ, 6 എന്ന് വെച്ചാൽ ഈ സെറ്റിലെ എലമെൻറ്റിന് പുറത്തുള്ള എലമെൻ്റ് ആണ്. അന്നേരം 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സെറ്റിൽ വരുന്ന എലമെൻ്റ് ഏതാണ്? 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്ര നോക്കുക. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് വരുന്നത്. സോ 2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വന്നിരിക്കുന്ന എലമെൻറ്റ്സ് നിങ്ങൾ പരിശോധിക്കുക. ഇതിനകത്ത് വന്നിരിക്കുന്ന എലമെൻറ്റ്സ് 0 1 2 3 എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ് മാത്രമാണ്. പുറത്തുനിന്ന് യാതൊരു എലമെൻറ്റും ഇല്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ബൈനറി ആണ്.
ഇനി ഇതേപോലെ തന്നെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. എ പ്ലസ് ഓഫ് ബി പ്ലസ് സിയും എ പ്ലസ് ബി പ്ലസ് സിയും ഏത് 3 എലമെൻ്റ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടുത്തെ ഐഡന്റിറ്റി അഡിറ്റീവ് ഗ്രൂപ്പാണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. 0 അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. കാര്യം 0യുടെ കൂടെ ഏത് എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഡ് ചെയ്യുന്ന എലമെന്റ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ റോയിലെയും ഐഡന്റിറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അതിന് മുകളിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ 0യുടെ ഇൻവേഴ്സ് 0, 1ൻ്റെ ഇൻവേഴ്സ് 3, 2ൻ്റെ ഇൻവേഴ്സ് 2, 3ൻ്റെ ഇൻവേഴ്സ് 1. ഓക്കെ, അത് എല്ലാ എലമെൻറ്റും ഇൻവേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അത് Z4 ഗ്രൂപ്പാണ്. ഇനി Z4ൻ്റെ സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗങ്ങൾ നമ്മൾ ഇനി വരുന്ന സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഇവിടെ ജനറൽ ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന ജനറൽ ഐഡിയ. ഓക്കെ, എക്സാമിനേഷന് ആ ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടും. ഇത് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അതിൻ്റെ ജനറൽ ഐഡിയ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈസി മാർഗ്ഗത്തിലേക്ക് പോകാം. ഓക്കെ, എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി ഉപയോഗിക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അവിടെ ഇത് പറഞ്ഞുതരും സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗം. അതുപയോഗിച്ച് എക്സാമിനേഷൻ എളുപ്പത്തിന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അന്നേരം എന്തിരുന്നാലും നമ്മൾ ഇതിൻ്റെ ആ ഒരു ഐഡിയ അറിയണമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z4 ആണ്. Z4 എലമെൻറ്റ്സ് 0, 1, 2, 3 ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് എഴുതിയിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. അന്നേരം ആദ്യം നമുക്ക് വേണ്ടത് ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ സബ്സെറ്റുകളാണ് സബ് ഗ്രൂപ്പ് ആകുന്നത്. അന്നേരം ആദ്യം ഇതിനകത്തുനിന്ന് കിട്ടാവുന്ന പരമാവധി എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ എടുക്കുക. ആദ്യം ഓരോ എലമെൻറ്റും ഇതും എടുക്കാം. 0, 1, 2, 3 ഇത്രയാണ് ഓരോ എലമെൻറ്റുകൾ വരുന്നത്. ആദ്യം ഇത് നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ സബ് ഗ്രൂപ്പ് ആകും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒറ്റയടിക്കാൻ നമുക്ക് കാണുമ്പോൾ അറിയാം 0 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി മാത്രമുള്ള ഒരു സബ്സെറ്റ് എല്ലായ്പ്പോഴും സബ് ഗ്രൂപ്പായിരിക്കും. അതിനെയാണ് ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സാധനം സബ് ഗ്രൂപ്പാണ്. ഓക്കെ, ബാക്കി ഇതൊന്നും സബ് ഗ്രൂപ്പ് ആകില്ലെന്ന് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാര്യം സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണല്ലോ. ഓക്കെ, ഇവയ്ക്കകത്ത് ഏതിനകത്തെങ്കിലും അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടോ? 0 ഉണ്ടോ? 0 ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് പറയാം ഇവയൊന്നും എന്തല്ല സബ് ഗ്രൂപ്പുകളല്ല. ഓക്കെ ആണല്ലോ. സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണല്ലോ, അതായത് ഐഡൻറ്റിറ്റി ഉണ്ടാവണമല്ലോ. ഇവയ്ക്കൊന്നും ഐഡൻറ്റിറ്റി ഇല്ല. സോ സിംഗിൾട്ടൺ സെറ്റ് വന്നതിൽ നമുക്ക് 0 മാത്രമാണ് സബ് ഗ്രൂപ്പ് ആകുന്നത്. ഇനി 2 വരുന്ന എടുക്കാം. ഓക്കെ, 2 വരുന്ന ഏതൊക്കെയാണ്? 0, 1 വരാം. പിന്നെ അതുപോലെ തന്നെ 0, 2 വരാം. 0, 3 വരാം. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയുണ്ട്. ഇനി 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2 ഉണ്ട്, 1, 3 ഉണ്ട്. പിന്നെ അടുത്ത ഏതുണ്ട്? 2, 3 ഉണ്ട്. ഇത്രയാണല്ലോ ഉള്ളത്. ഓക്കെ, 2 വരുന്ന സബ്സെറ്റുകൾ ഇത്രയാണ്. ഇതിനകത്ത് ഏതൊക്കെ സബ് ഗ്രൂപ്പുകളാകാം അതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. 0, 1 നമുക്ക് നോക്കാം. അതിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ട് 0. ഇനി ഓപ്പറേഷൻ ബൈനറി ആണ്. ഓപ്പറേഷൻ ബൈനറി എന്ന് വെച്ചാൽ വേണം നിങ്ങൾക്ക് ടേബിൾ വരച്ച് നോക്കാം. ഓക്കെ, 0, 1, 0, 1. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 അല്ലേ കിട്ടുന്നത്. Z4 വെച്ചിട്ടാണ് നമ്മൾ Z4 ആണ് നമ്മുടെ ഗ്രൂപ്പ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. 1 + 1 എന്ന് വെച്ചാൽ 2 ആണ്. 2 എന്ന് പറയുന്നത് Z4ലെ മെമ്പറാണ്. പക്ഷേ ഈ 01 എന്ന് പറയുന്ന സെറ്റിലെ മെമ്പറാണോ? 01 എന്ന് പറയുന്ന മെമ്പറിലെ സെറ്റാണോ? കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഏതാണോ ആ സെറ്റിലെ എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ സെറ്റിലെ മെമ്പർ തന്നെ കിട്ടിയാൽ മാത്രമേ ഓപ്പറേഷൻ ആ സെറ്റിൻ്റെ ബൈനറി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഈ 01 എന്ന് പറയുന്നതിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ? അല്ല. കാര്യം ഇതിനകത്തുള്ള ഏത് 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടണം? അതിനകത്തുള്ള എലമെൻ്റ് തന്നെ കിട്ടണം. പക്ഷേ 1 + 1 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ് വരുന്നത്. 2 ഇതിനകത്തുണ്ടോ? ഇല്ല. സോ ഓപ്പറേഷൻ ബൈനറി അല്ല. 01 എന്ന് പറഞ്ഞാൽ എന്തല്ല? സബ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, ഇനി അടുത്ത് ഇതേപോലെ 02 എടുക്കാം. 02 നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. 02 എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈസിയാണ് 02 എന്ന് പറയുന്നത്. 02, 02 0 + 0 0 ആണ്. 0 + 2 2 ആണ്. 2 + 0 2 ആണ്. 2 + 2 4 എന്ന് വെച്ചാൽ എന്താണ്? Z4 ആണ്. Z4ൽ 0, 1, 2, 3 വരെ ഉള്ളൂ. അതിന് പുറത്തുള്ള ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ നോക്കുക. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 0 വരുന്നത്. അന്നേരം 0 വന്നു. ഓക്കെ, അന്നേരം 02, 02. ഓക്കെ, നമ്മളെ സെറ്റിലുള്ള എലമെൻറ്റ് 0ഉം 2 മാത്രമല്ലേ ഉള്ളൂ. അതിനകത്തുള്ള എലമെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ ഓപ്പറേഷൻ ബൈനറി ആണ്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് സാറ്റിസ്ഫൈ ചെയ്യും. ഏത് 3 എലമെൻറ്റ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്താലും ഇതിനകത്തുള്ള എലമെൻറ്റേ കിട്ടത്തുള്ളൂ. 0, 2 മാത്രമേ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓരോന്ന് പറഞ്ഞ സമയം കളയുന്നില്ല.
ഇനി ഐഡൻറ്റിറ്റി ഉണ്ടോ? ഉണ്ട്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ്. ഇനി ഇൻവേഴ്സ് ഉണ്ടോ? എല്ലാ റോയിലും 0 ഉണ്ട്. എല്ലാ റോയിലും 0 ഉള്ളതുകൊണ്ട് ഇൻവേഴ്സും ഉണ്ട്. 0യുടെ ഇൻവേഴ്സ് എന്താണ്? അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന 0 ആണ്. 2ൻ്റെ ഇൻവേഴ്സ് എന്താണ്? അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന 2 ആണ്. അത് ഇൻവേഴ്സും ഉണ്ട്. സോ 0 2 എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. ഇനി 0 3 നിങ്ങൾക്ക് എടുക്കാം. 0 3 എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആകുമോ? ആകത്തില്ല. കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 + 3 എന്ന് ഒറ്റയടിക്ക് ഞാൻ പറയുന്നത് ടേബിൾ ഒന്നും വരയ്ക്കുന്നില്ല. 3 + 3 എന്താണ്? 6 ആണ്. ഓക്കെ, 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ എത്ര വരുന്നത്? 2 ആ വരുന്നത്. 2 ഇതിലെ നമ്പറാണോ? അല്ല, അത് ഓപ്പറേഷൻ ബൈനറി അല്ല. ഇനി 1 2 1 2 1 3 2 3 അതൊക്കെ ഒറ്റയടി കാണുമ്പോൾ തന്നെ അറിയാം. കാര്യം അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 അതിനകത്തില്ല. അതുകൊണ്ട് ഇവയൊന്നും എന്താകില്ല? സബ് ഗ്രൂപ്പ് ആവുകയില്ല. അന്നേരം 2 വരുന്നതിൽ 0 2 മാത്രമാണ് സബ് ഗ്രൂപ്പ് ആവുന്നത്. ഇനി 3 വരുന്നത് വരുന്നത് ഏതാണ്? നമ്മുടെ സെറ്റ് 0 1 2 3 അല്ലേ? അത് 3 വരുന്നത് 0 1 2 എടുക്കാം ഒന്ന്, പിന്നൊന്ന് 0 1 3 എടുക്കാം, പിന്നൊന്ന് 0യും 1ലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടുമല്ലേ ഉള്ളൂ, ശരിയല്ലേ? 0 1 2 0 1 3. ഇനി 1 2 3 എടുക്കാം. ഓക്കെ, ഇത് 3 ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, അന്നേരം ഇത് തമ്മി ആദ്യം ഇതെടുക്കാം. ഇവിടെ ഒറ്റയടി കാണുന്നത് 1 + 2 എന്താണ്? 3 ആണ്. ഓക്കെ, 3 ഗ്രൂപ്പിൽ എലമെൻറ്റാണ്, പക്ഷേ ഇതിൽ എലമെൻ്റ് അല്ല. അന്നേരം ഓപ്പറേഷൻ ബൈനറി അല്ല. ഇനി 0 1 3. ഓക്കെ, ഇവിടെ 1 + 1 എന്താണ്? 2 ആണ്. 2 ഇതിനകത്തുണ്ടോ? ഇല്ല. അന്നേരം അതും ഓപ്പറേഷൻ ബൈനറി അല്ല. ഇനി 1 2 3 ഇതിനകത്ത് 0 ഇല്ല. അന്നേരം അതെന്തായാലും ഐഡൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് അതും സബ് ഗ്രൂപ്പ് ആകില്ല. അന്നേരം 3 വെച്ചുള്ളത് സംഭവിക്കില്ല. 0 1 2 0 1 3 1 2 3 ഇവയൊന്നും എന്താകില്ല? സബ് ഗ്രൂപ്പ് ആകില്ല. ഇനി 4 ഉള്ളത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് തന്നെ എല്ലായ്പ്പോഴും ഒരു സബ് ഗ്രൂപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ അതാണ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. അന്നേരം ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്, ഇതിൻ്റെ ഗ്രൂപ്പുകൾ സബ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാൻ പോകാൻ. ഫസ്റ്റ് വൺ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കറിയാവുന്ന ഒന്ന് ട്രിവിയൽ സബ് ഗ്രൂപ്പ്, ഐഡൻറ്റിറ്റി മാത്രം വരുന്ന ഒരു സബ് ഗ്രൂപ്പാണ്. ഇതെല്ലായ്പ്പോഴും എല്ലാ ഗ്രൂപ്പിനും കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും. ഇനി നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരേ ഒരെണ്ണേ ഉള്ളൂ, 0 2 മാത്രം. ഇതാണ് ഈ Z4ൻ്റെ സബ് ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഫൈൻഡ് ഓൾ സബ് ഗ്രൂപ്പ്സ് ഓഫ് വിയുടെ സബ് ഗ്രൂപ്പ്. ക്ലെയിം 4 ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം സബ് ഗ്രൂപ്പ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഗ്രൂപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, പറ്റുമെങ്കിൽ അതിൻ്റെ ടേബിൾ ഒന്ന് വരയ്ക്കുക. ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യും എന്നുള്ളത് ജസ്റ്റ് ഓടിച്ചൊന്ന് സെൻറ്റൻസ് ഒന്ന് എഴുതുക. ഓക്കെ, എക്സാമിനേഷന് ഒന്ന് എഴുതി പിടിപ്പിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇവിടെ ചോദ്യത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ ബിയുടെ സബ് ഗ്രൂപ്പ് നമുക്ക് തൊട്ടുമുമ്പ് Z4ൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓരോന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. 2 നമുക്കറിയാം. ഒന്ന് ആ ഗ്രൂപ്പ് തന്നെ എൻ്റെ സബ് ഗ്രൂപ്പാണ്, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അതിൻ്റെ ഒരു ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്. പിന്നീട് വരുന്ന നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ്. ഓക്കെ, നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സിംഗിൾട്ടൺ സെറ്റിൽ ഇ മാത്രമാണ് വരുന്നത്. പിന്നീടുള്ളത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ഈ സാധനങ്ങളൊന്നും എന്താകില്ല? സബ് ഗ്രൂപ്പ് ആകില്ല. കാര്യം ഇതിനകത്തൊന്നും ഐഡൻറ്റിറ്റി ഇല്ല. ഓക്കെ, ഇ ആണല്ലോ ഐഡൻറ്റിറ്റി, അതുകൊണ്ട് അത് സബ് ഗ്രൂപ്പ് ആവില്ല. ഇനി 2 ഉള്ളത് EA EB EC. 2 ഉള്ളത് ഇത് ഇത്രയാണ്. അത് ഇത്രയും എന്താകുന്നുണ്ട്? സബ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ 3 വരുന്നത് EAB ഒരെണ്ണം, പിന്നെ EAC ഒരെണ്ണം, പിന്നെ EBC ഒരെണ്ണം. ഇത് 3 സബ് ഗ്രൂപ്പ് ആകില്ല. കാര്യം A*B എന്ന് പറയുന്നത് നിങ്ങൾ ടേബിൾ നോക്കിയാൽ മതി. A*B എന്ന് പറയുന്നത് C ആണ്. C ഇതിനകത്തില്ല. അതുപോലെ A*C എന്ന് പറയുന്നത് B ആണ്. അതും ഇതിനകത്തില്ല. B*C എന്ന് പറയുന്നത് A ആണ്. അതും ഇതിനകത്തില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ബൈനറി അല്ല. അതുകൊണ്ട് ഈ സാധനങ്ങൾ എന്താകില്ല? സബ് ഗ്രൂപ്പ് ആകില്ല. ഓക്കെ, പിന്നെ 4 ഉള്ളതാണ്. അത് ഓൾറെഡി സബ് ഗ്രൂപ്പ് ആണെന്ന് അറിയാം, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. അന്നേരം സബ് ഗ്രൂപ്പുകൾ ഇംപ്രോപ്പർ, ട്രിവിയൽ, നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ 2 വരുന്ന EA EB EC. ഇത് ഇത്രയാണ് വി എന്ന് പറയുന്ന ക്ലെയിം 4 ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പുകൾ. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷൻ പറഞ്ഞപ്പം 1-2 ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരുന്നു. സബ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. H ഒരു സബ് ഗ്രൂപ്പാണെങ്കിൽ, ഗ്രൂപ്പിൻ്റെ ജിയുടെ സബ് ഗ്രൂപ്പാണ് H എങ്കിൽ, നമ്മൾ പൊതുവെ എല്ലായ്പ്പോഴും സബ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G എന്നാണ്. ഇതാണ് സബ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷൻ. ഓക്കെ, ഇനി ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മീനിങ് അവർ ഉദ്ദേശിക്കുന്നത് H ഒരു പ്രോപ്പറാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് ഇതാണ്, H ജിയുടെ സബ് ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, ഇതാണ് H ജിയുടെ സബ് ഗ്രൂപ്പ്. ഓക്കെ, ബട്ട് അവിടെ എന്താണ്? Hഉം Gയും എന്തല്ല? തുല്യമല്ല എന്നുള്ള മീനിങ് ആണ്.
ഓക്കെ, അവർ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം, ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം, പ്രശ്നമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മീനിങ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അന്നേരം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എച്ച് ഈസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു മീനിങ് കൂടി കൊണ്ട് എന്താണ് എച്ചും ജിയും തുല്യമല്ല എന്നുള്ളതാണ് അവിടെ ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് ഒരാളും തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത എന്താണ് സബ് ഗ്രൂപ്പ് ഡയഗ്രാം അല്ലെങ്കിൽ ലാറ്റിസ് ഡയഗ്രാം അല്ലെങ്കിൽ ഹേസ് ഡയഗ്രാം എന്നൊക്കെ പറയും. സബ് ഗ്രൂപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം സബ് ഗ്രൂപ്പ് അറിയണം. ഈ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ ഡയഗ്രാം, എ ലൈൻ റണ്ണിങ് ഡൗൺവേർഡ് ഫ്രം എ ഗ്രൂപ്പ് ജി ടു എ ഗ്രൂപ്പ് എച്ച് മീൻസ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദസ് ദ ലാർജർ ഗ്രൂപ്പ് ഈസ് പ്ലേസ്ഡ് നിയറർ ദി ടോപ്പ് ഓഫ് ദി ഡയഗ്രാം. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ജി, ആ ഗ്രൂപ്പിൽ നിന്നും ആ ഗ്രൂപ്പിൻ്റെ മറ്റ് സബ് ഗ്രൂപ്പ് തന്നെ ഒരു സബ് ഗ്രൂപ്പാണല്ലോ. ഓക്കെ, അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്നാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇംപ്രോപ്പർ. അന്നേരം അതിൽ നിന്നാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം വലുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ അതിനേക്കാൾ തൊട്ട് താഴെ വരുന്ന വലിയ സബ് ഗ്രൂപ്പ് ഏതാണോ അതിലോട്ടൊരു ആരോ കൊടുക്കും. ഇനി അതിനേക്കാൾ ചെറിയ സബ് ഗ്രൂപ്പ് ഏതാണോ അതിലോട്ട് ആരോ കൊടുക്കും. ഓക്കെ, അങ്ങനെ വലുതിൽ നിന്നും ചെറുതിലോട്ട് നമ്മൾ ഒരു ലൈൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, അതാണ് സബ് ഗ്രൂപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫൈൻഡ് ദി സബ് ഗ്രൂപ്പ് ഡയഗ്രാം ഫോർ Z4 ആൻഡ് V. സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാൻ എക്സാമിനേഷൻ ചോദിക്കാം. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടുണ്ട് പല ആവർത്തി. Z4ൻ്റെ സബ് ഗ്രൂപ്പ്, Z4ൻ്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം, സബ് ഗ്രൂപ്പുകൾ നമുക്കറിയാം. Z4 0 to 0. ഇത് വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ആദ്യം നമുക്കറിയാം ഫസ്റ്റ് വരുന്ന Z4 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അതിന് Z4ന് തൊട്ട് താഴെ വലുത് വരുന്ന ഏതാണ്? 0 ആണല്ലോ. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ്. ഓക്കെ, 0 ആണ്. ഓക്കെ, അന്നേരം Z4ൽ നിന്ന് 0 വരച്ചു. ഓക്കെ, ഇനി 0 ചെറുത് വരുന്ന ഏതാണ്? പിന്നെ ഒരെണ്ണം കൂടെ ഉള്ള ഐഡൻറ്റിറ്റി 0. ഇതാണ് സബ് ഗ്രൂപ്പ് ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? അന്നേരം ഈ ആരോ കൊടുത്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഒരു സെറ്റിൽ നിന്ന് ഒരു ആരോ വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം 0 ആരോ വരയ്ക്കുന്നത്. ആരോ വരയ്ക്കുമ്പോൾ ഈ 0 എന്ന് പറയുന്ന എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും എവിടെ നിന്നാണോ നിങ്ങൾ ആരോ വരയ്ക്കുന്നത് ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, 0 എന്ന് പറയുന്ന Z4-നകത്തുണ്ട് എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഡയറക്റ്റ് ആരോ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി 0 നിന്ന് 0 വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 0 എന്ന് പറയുന്നത് 0 ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ആരോ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വിയുടെ ഡയഗ്രാം. വി എന്ന് പറയുന്നത് ഇതാ നോക്കുക, തൊട്ടു പറഞ്ഞ ലോജിക്ക് വേണം. വിയിൽ നിന്നും EA വരയ്ക്കുന്നു, EAയിൽ നിന്നും EB വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചു നോക്കരുത്, തെറ്റാണ്. ഓക്കെ, തെറ്റെന്ന് പറയാൻ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ് ആലോചിച്ചാൽ മതി. EAയിൽ നിന്നും EB വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇയും ബിയും എവിടെ ഉണ്ടായിരിക്കണം? ഈ EA എന്ന് പറയുന്നതിനകത്ത് ഉണ്ടായിരിക്കണം. ഉണ്ടോ? ബി ഉണ്ടോ അതിനകത്ത്? ഇല്ല. അതുകൊണ്ട് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ദ കറക്റ്റ് ഡയഗ്രാം ഈസ് ഇത് നോക്കൂ, ഏറ്റവും വലിയ ഗ്രൂപ്പ് V ആണ്. സോ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഇനി ബിയിൽ നിന്നും നമുക്ക് ബ്രാഞ്ച് വരയ്ക്കാം, EA, EB, EC. ഓക്കെ, ഇത് രണ്ടും എന്താണ്? 2 എലമെൻറ്റ് വീതമുള്ള സബ് ഗ്രൂപ്പുകളാണ്. അതുകൊണ്ടാണ് വിയിൽ നിന്ന് നമ്മൾ ഇത് മൂന്നും കണക്ട് ചെയ്തത്. ഓക്കെ, ഈ 2 എലമെൻറ്റ് വീതമുള്ള സബ് ഗ്രൂപ്പുകളാണ്. ഇത്രയും എല്ലാ സബ് ഗ്രൂപ്പിലും ഒരേപോലെ എലമെൻറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 3നെ നമ്മൾ വിയിൽ നിന്ന് ആരോ വരച്ചത്. ഓക്കെ, അതുകൂടാതെ ഈ EA, EB, EC ഇതെല്ലാം വിയിലുള്ളതുമാണ്. ഓക്കെ, വി ആണല്ലോ ഏറ്റവും വലുത്, അതുകൊണ്ട് ഇതെല്ലാം എന്തായാലും അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിനകത്തും ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അതിൽ നിന്ന് 3നും കൂടെ കണക്ട് ചെയ്ത് വേണം ഇതിലോട്ട് ആരോ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? അന്നേരം ഏതിൽ നിന്നാണ് നിങ്ങൾ ആരോ വരയ്ക്കുന്നത്, ഓക്കെ, ഒരു സബ് ഗ്രൂപ്പിലോട്ട് ആരോ വരയ്ക്കുന്നത്, ആ സാധനം തൊട്ട് മുകളിലുള്ള എലമെൻറ്റിനകത്ത് സെറ്റിനകത്ത് സബ് ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ആരോ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇതാണ് സബ് ഗ്രൂപ്പ് ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? അതായത് കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക, ഒന്ന് എഴുതി പഠിക്കുക. ഇതൊക്കെ എക്സാമിനേഷൻ ഈ Z4 V എന്ന് പറയുന്ന എക്സാമ്പിളൊക്കെ പൊതുവേ 1 മാർക്കിന് 2 മാർക്കിന് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് വളരെ സിമ്പിളുമാണ്. അതിലൊന്നും മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.